ആളുന്ന ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് കാലം എത്തുന്നത്. ഹജ്ജ് ദിനങ്ങളിൽ 47-നും 48 ഡിഗ്രിക്കും ഇടയിലായിരിക്കും ചൂട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഹാജിമാരെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളിയാകാൻ പോകുന്നതും ചൂട് തന്നെയായിരിക്കും. പൊള്ളുന്ന ചൂടിലാണ് ഓരോ ദിനവും ഹാജിമാർ ഹറമിലെത്തുന്നത്. പ്രായമേറിയവരാണ് ഹാജിമാരിൽ ഭൂരിഭാഗവും. പലരും ആരോഗ്യപ്രയാസമുള്ളവരും. ഇതാണ് പ്രധാന പ്രതിസന്ധി. ആരോഗ്യമുള്ളവർ പോലും പ്രതിരോധിക്കാൻ പാടുപെടുന്ന ചൂടാണ് മക്കയിലുള്ളത്. വെള്ളിയാഴ്ചകളിൽ പലരും കഠിനമായ ചൂട് കാരണം തളരുന്നത് ഹറമിലേക്കുള്ള യാത്രയിലെ കാഴ്ചയാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷനും ഹജ്ജ് മന്ത്രാലയവും ഹാജിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കുടകൾ ഹാജിമാർക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇതെടുക്കാൻ മറക്കുന്നതും വേണ്ടുവോളം വെള്ളം കുടിക്കാത്തതും പ്രയാസമുണ്ടാക്കുന്നു. ധാരാളം പഴങ്ങൾ കഴിക്കാനും ഹാജിമാർക്ക് മുന്നറിയിപ്പുണ്ട്. നട്ടുച്ച നേരം ഒഴിവാക്കി വേണം യാത്രകളെന്നും മുന്നറിയിപ്പ് ഇവർക്ക് നൽകുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും വരുന്ന പ്രായമുള്ള ഹാജിമാർ ആരോഗ്യനില വീണ്ടും പരിശോധിച്ച് ചൂടിനെ പ്രതിനിധീകരിക്കേണ്ട എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല ഡീഹൈഡ്രേഷന് അതുപോലെയുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ എന്തെങ്കിലും അനുഭവിക്കുകയാണെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ച് ആശുപത്രികളിലോ അതല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ആശുപത്രികളിൽ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ സൗദി ആരോഗ്യ മന്ത്രാലയം വളരെ വിപുലമായ ആരോഗ്യ സംവിധാനങ്ങളാണ് സൗദിയിൽ ഹാജിമാർക്കായി ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഹാജിമാരുടെ സഹായത്തിനായി വളണ്ടിയർമാരുണ്ട്. ഹറമിനകത്തും പുറത്തുമായി ആരോഗ്യ വിഭാഗങ്ങളും സജീവമാണ്. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ പ്രാഥമിക ചികിത്സ നൽകാൻ നിരവധി പേരെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വളണ്ടിയർമാരുടെ സഹായവും ഏറെ ആശ്വാസം നൽകുന്നതാണ്. 46 ഡിഗ്രിയാണ് മക്കയിലെ നിലവിലെ താപനില. പക്ഷേ ഇതിന്റെ അന്തരീക്ഷ അനുഭവം 48 വരെ തോന്നിപ്പിക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അറഫ ദിനത്തിൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്തിയേക്കാം. നാട്ടിലുള്ള എൻവയോൺമെന്റ് അല്ല ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. നാട്ടിലെ ചൂടിനേക്കാളും ഡബിൾ ഇരട്ടി ചൂടാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. ഉമ്മാമാരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണ വെള്ളം കുടിക്കണം. ഉമ്മാമാർക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബാത്റൂമിൽ പോകാനുള്ള കാരണം കൊണ്ട് അവർ വെള്ളം കൂടി കുറയ്ക്കുകയും ഡീഹൈഡ്രേഷനായിട്ട് കൂടുതൽ ഇച്ചിങ്ങും പിന്നാണെങ്കിൽ ഡീഹൈഡ്രേഷനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷനാണ് കൂടുതലും ഡീഹൈഡ്രേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ചൂട് കുറയുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനവും ചൂടുകാറ്റും മക്കയിലെ താപനില ഉയർത്തി. ജിദ്ദയിലുള്ളതിനേക്കാൾ 8 മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് മക്കയിൽ അധികമായുണ്ട്. മിനായിലും അറഫയിലും ശീതീകരണ സംവിധാനങ്ങൾ സജ്ജമാണ്. ഇവയിലൂടെ ഒരു പരിധിവരെ ചൂട് മറികടക്കാനാകും. ശീതീകരണ സംവിധാനം പരമാവധി ശേഷിയിൽ പ്രവർത്തിപ്പിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരുന്നു. റോഡുകളിൽ ചൂട് ഉയരാതിരിക്കാൻ പല ഭാഗത്തും വെള്ള നിറത്തിലേക്ക് റോഡ് മാറ്റിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നടപ്പാത മിനായിൽ നിന്നും അറഫയിലേക്ക് നീളുന്നതാണ്. ഇതെല്ലാം അമിതമായി ചൂടേൽക്കാത്ത ടൈലുകളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവ ഹജ്ജിന്റെ ദിവസങ്ങളിൽ കൂടുതലായി തണുപ്പിക്കും. മിനായിലേക്ക് നീങ്ങാൻ ഒരുക്കം പൂർത്തിയാക്കിയ ഹാജിമാർ ചൂടിനെയും നേരിടാനുള്ള ഒരുക്കത്തിലാണ്. തിരക്കും ചൂടെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ചൂട് നിരകണ്ടല്ലോ. അവിടുത്തെ ചൂട് എത്ര ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കുട വിടാം, അല്ലെങ്കിൽ മറവ് കൂടി പോകാം, തണൽ കൂടി പോകാം. അവിടെ ഏരിയ പോകുക എന്നുള്ളത് ഇപ്പം നമുക്ക് അറിയില്ലല്ലോ. പെടുത്താതിരിക്കട്ടെ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇതൊന്നും ചൂടല്ല. ഭൗതികമായ സംവിധാനം പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പാക്കുന്നുണ്ട് സൗദി ഭരണകൂടം. ഇതോടൊപ്പം വ്യക്തിപരമായ ശ്രദ്ധയും ഏറെ അനിവാര്യമാണ്. പഴയ കാലങ്ങളിലേക്കാണ് കൂടുതൽ ടെമ്പറേച്ചറാണ് ഈ വർഷം നോട്ട് ചെയ്തിട്ട് പോകുന്നത്. മീന അറഫ ദിവസങ്ങളിൽ 48 വരെ 52 വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഹാജിമാർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. എല്ലാ ബിൽഡിങ്ങിലും പരമാവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകാറുണ്ട്. അവരോട് പറയാറുള്ളതെന്ന് പറയുന്നത് പരമാവധി വെയിൽ ടൈമുകളിൽ വെച്ചാൽ പകൽ പുറത്തിറങ്ങാതിരിക്കുക. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ 3 AM പോയിട്ട് ഒരു 8 AM തിരിച്ചു വരാനായിട്ടാണ് നമ്മൾ പറയാറ്. അതുപോലെ ധാരാളം വെള്ളങ്ങൾ കുടിക്കാനും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാനായിട്ടാണ് അവരോട് പറയാറുള്ളത്. ഉമ്മാമാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവർ ഹജ്ജ് ചെയ്യാനായിട്ടല്ലേ വന്നത്. അപ്പോൾ പരമാവധി അവർക്ക് കഅബയിൽ പോയിരിക്കണം, ഹറമിൽ പോയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹങ്ങൾ. പക്ഷെ നമ്മൾ പറയും ചൂട് കൂടിയത് കാരണം ഹീറ്റ് സ്ട്രോക്ക് പിന്നാണെങ്കിൽ കാർഡിയക് ഡിസീസുകളും പരമാവധി വരുന്നുണ്ട്. കാരണം കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വെള്ളം കുടിക്കാതെയാകുകയും ഡീഹൈഡ്രേഷനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ധാരാളം വരാറുണ്ട്.
ദഹനം കുറക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. എണ്ണയും മെഴുക്കും ഉയർന്ന അളവിലുള്ളവയും ഒഴിവാക്കണം. ഏറെ ആരോഗ്യം വേണ്ട കർമ്മമാണ് ഹജ്ജ്. അതിനായി ശരീരം ഒരുക്കണം. വെള്ളവും പഴങ്ങളും ധാരാളം കഴിക്കണം. ചൂടിൽ കുട ഉറപ്പാക്കണം. ചൂടിൽ നിന്നും നേരെ വന്ന് AC-യുടെ കാറ്റ് കൊള്ളരുത്. ആരോഗ്യപ്രയാസമുണ്ടായാൽ ചികിത്സ വേഗത്തിൽ തേടണം. ഇങ്ങനെ വരാനിരിക്കുന്ന ആഴ്ചയിലെ ഹജ്ജിലേക്ക് ഒരുങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹജ്ജ് ഉംറ ആരോഗ്യ മന്ത്രാലയങ്ങൾ.